ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 4ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 4ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ 5ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ദ മെലഡി ഓഫ് റെയിൻ എന്ന് പറയുന്ന പാഠഭാഗത്തിലെ ആ യൂണിറ്റിലെ ജേണി ഓഫ് ദ റെയിൻ ഡ്രോപ്പ് എന്ന് പറയുന്ന ആ ഒരു പാഠഭാഗത്തിലെ ആക്ടിവിറ്റീസാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ചാപ്റ്ററിൻ്റെ എക്സ്പ്ലനേഷനും അതുപോലെ തന്നെ അതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇതിലെ ആക്ടിവിറ്റീസ് വരുന്നത് എന്നുള്ളത്. ഫസ്റ്റ് ആക്ടിവിറ്റി, എ ഗ്രാൻഡ് അഡ്വെഞ്ചർ അവേറ്റ്സ് യു, ദ തണ്ടർ റംബ്ലഡ്. അപ്പോൾ തണ്ടർ ഒരു ഇടി വന്നിട്ട് പറയാണ്, നമ്മൾ റെയിൻ ഡ്രോപ്സിൻ്റെ അടുത്ത് പറയാണ് എന്താണ് ഒരു നല്ല ഒരു അഡ്വെഞ്ചർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയാണ്. ദ റെയിൻ ഡ്രോപ്സ് ആർ റെഡി ടു ലീപ്പ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റെയിൻ ഡ്രോപ്സ് റെഡി ആയിട്ട് നിൽക്കുകയാണ്. വാട്ട് വുഡ് ബി ദെയർ തോട്ട്സ് അറ്റ് ദാറ്റ് മൈൻഡ്. അപ്പോൾ ആ സമയത്ത് എന്തായിരിക്കും അതിൻ്റെ ചിന്തകളിൽ ഉണ്ടാവുന്നത് എന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. ഐ ഫെൽ സോ എക്സൈറ്റഡ്. ഞാൻ വളരെയധികം എക്സൈറ്റഡ് ആണ്. ഐ ഹാഡ് നെവർ ബീൻ ഔട്ട്സൈഡ് ദ ക്ലൗഡ് ബിഫോർ. ഈ ക്ലൗഡിൻ്റെ ഉള്ളിൽ നിന്നും ഞാൻ ഇതുവരെ ഔട്ട്സൈഡ് പുറം ലോകമൊന്നും കണ്ടിട്ടില്ല. ഐ ഹാഡ് ബീൻ ഔട്ട്സൈഡ് ദ ക്ലൗഡ് ബിഫോർ വെൻ ഐ സോ ഫസ്റ്റ് ദ ഫ്ലാഷ് ഓഫ് ലൈറ്റനിങ്. അപ്പോൾ ഈ മിന്ന് വരുന്നത് വരെ ഞാൻ അതുപോലും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അത് ആ ഒരു ഫ്ലാഷ് ലൈറ്റാണ് ഞാൻ ആകെ കണ്ടിട്ടുള്ളത്. ഐ വാസ് സ്കയേർഡ്. ആ സമയം തന്നെ എന്താണ്, ഞാൻ പേടി ഉള്ള ആളാണ്, അല്ലെങ്കിൽ പേടി എനിക്കുണ്ട്. ദെൻ ദ തണ്ടർ റംബ്ലഡ് ആസ്ക്ഡ് us ടു ഗെറ്റ് റെഡി ടു ഗോ. അങ്ങനെ ഒരു ഇടി വന്നിട്ട് ഞങ്ങളുടെ മേൽ വന്നിട്ട് ഇങ്ങനെ മുഴക്കിയിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ പോകാൻ റെഡിയാണോ എന്നുള്ളത്. മൈ ഫ്രണ്ട്സ് ഓൾസോ ഗോട്ട് റെഡി. അങ്ങനെ എൻ്റെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ റെഡിയായി. ദേ സെഡ് ഇറ്റ് വുഡ് ബി ഗ്രേറ്റ് ഫൺ. അപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് ശരിക്കും നല്ലൊരു ഫണ്ണായിരിക്കും എന്നുള്ളത്. ദെൻ ഈ ഷാർപ്പ് ലൈറ്റ് പേഴ്സ്ഡ് ദ ക്ലൗഡ് ആൻഡ് പുഷ്ഡ് മീ ഔട്ട് ഓഫ് ദ ക്ലൗഡ്. അപ്പോൾ അങ്ങനെ ഒരു ലൈറ്റ്, ഒരു ഇടിമിന്നൽ വന്നിട്ട് എന്നെ തുളച്ച് കയറിയിട്ട് എന്നെ പുറത്തേക്ക് ഇങ്ങനെ പുഷ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നി. നൗ ഐ ആം ഫോളിങ് ഡൗൺ. ഇപ്പം ഞാൻ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹോ വാട്ട് എ ഫൺ. എന്തൊരു ഫണ്ണാണ് ഇതെന്ന് പറയും. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ റെയിൻ ഡ്രോപ്സിന് തോന്നുന്ന കാര്യങ്ങൾ അല്ലേ. ഇതൊക്കെ ആയിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവും. ആ സമയത്ത് ഇതൊക്കെയാണ് അവിടെ സംഭവിച്ചത്. ദെൻ സെക്കൻഡ് ആക്ടിവിറ്റി, down and down we were falling together, we laughed and shouted, oh what a fun. The raindrops so beautiful sight from above. അപ്പോൾ ഞങ്ങളിങ്ങനെ താഴേക്ക് ഇങ്ങനെ ഒരുമിച്ചിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിങ്ങനെ ചിരിക്കുകയും ഷൗട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്ത് പറഞ്ഞിട്ട്, വാട്ട് ഫൺ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ റെയിൻ ഡ്രോപ്സ് മുകളിൽ നിന്നും ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ടു അല്ലേ. ഡിസ്ക്രൈബ് ദ സീൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ പിക്ചർ. അപ്പോൾ ഈ പിക്ചറിൻ്റെ സഹായത്തോട് കൂടിയിട്ട് എന്തൊക്കെയാണ് കണ്ടിട്ടുണ്ടാവുക, എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ളത് നിങ്ങളൊന്ന് എഴുതാനാണ് പറയുന്നത്. ദ റെയിൻ ഡ്രോപ്പ് സോ എ ഹ്യൂജ് ഫീൽഡ് ബിലോ. അപ്പോൾ ഒരു വലിയ ഫീൽഡ് തന്നെ, വലിയൊരു കൃഷിയിടം തന്നെ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. ദ ഫാമർ ഈസ് ഹോപ്പ്ഫുള്ളി ലുക്കിംഗ് അറ്റ് ദ റെയിൻ. അപ്പോൾ മഴയെ വളരെ പ്രതീക്ഷയോട് കൂടിയിട്ട് ഒരു ഫാർമർ ഇങ്ങനെ നോക്കുകയാണ്. ദർ ആർ ചിൽഡ്രൻ പ്ലേയിങ് ആൻഡ് എൻജോയിങ് ദ റെയിൻ. മാത്രമല്ല കുട്ടികളൊക്കെ മഴയിൽ കളിക്കുകയും എൻജോയ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ദ ടൈനി ഡ്രോപ്സ് ഓഫ് റെയിൻ മേക്ക് പ്ലാന്റ്സ് ആൻഡ് ട്രീസ് ഹാപ്പി. ചെറിയ ചെറിയ തുള്ളികൾ ഈ പ്ലാന്റ്സിനെയും ട്രീസിനെയും മരത്തിനെയും ഒക്കെ ഒരുപാട് സന്തോഷത്തിലാക്കുന്നുണ്ട്. ഫ്ലവേഴ്സ് വേവ്ഡ് വിത്ത് ജോയ്. ഫ്ലവേഴ്സൊക്കെ വളരെ സന്തോഷത്തോട് കൂടിയിട്ട് ജോയോട് കൂടിയിട്ട് ഇങ്ങനെ തലയാട്ടുന്നുണ്ട്. ദ ഫ്രാഗ്രൻസ് ഓഫ് എർത്ത് സ്പ്രെഡ് ത്രൂ ഔട്ട് ദ ഫീൽഡ്സ്. അപ്പോൾ ഈ കൃഷിയിടത്തിലൂടെ തന്നെ ആ ഒരു മണ്ണിൻ്റെ മണവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പരക്കുകയാണ്. എവ്രി വൺ വാസ് ഹാപ്പി ആൻഡ് ഹോപ്പ്ഫുൾ. എല്ലാവരും വളരെ സന്തോഷത്തിലും പ്രതീക്ഷയിലുമാണ്. മഴ വന്നു കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ് അല്ലേ, എല്ലാവർക്കും സന്തോഷം ഉണ്ടാവും. അതുപോലെ കൃഷിക്കും മറ്റുമൊക്കെ നമുക്ക് വെള്ളം കുടിക്കാനും ജീവിക്കാനും ഒക്കെ നമുക്ക് പ്രതീക്ഷ തന്നെയാണ് നൽകുന്നത്. നെക്സ്റ്റ് ആക്ടിവിറ്റി നമ്പർ 3 ആണ് നോക്കുന്നത്. ദ റെയിൻ ഡ്രോപ്സ് ലാൻഡഡ് ഓൺ ദ കാറ്റ് വിത്ത് എ സോഫ്റ്റ് സ്പ്ലാറ്റ്. ഒരു സ്പ്ലാറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു, റെയിൻ ഡ്രോപ്സ് നേരെ വന്ന് വീണത് എവിടെയായിരുന്നു, കാറ്റിൻ്റെ മുകളിലായിരുന്നു. ദ കാറ്റ് ഷുക്ക് ഇറ്റ്സ് ഫർ ആംഗേർലി. അതിൻ്റെ രോമം അത് വളരെ ദേഷ്യത്തോട് കൂടിയിട്ട് ഇളക്കി. റൈറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ റെയിൻ ഡ്രോപ്പ് ആൻഡ് ദ കാറ്റ്. അങ്ങനെയാണെങ്കിൽ ആ മഴത്തുള്ളിയും കാറ്റും തമ്മിലുള്ള കോൺവെർസേഷനാണ് നമ്മളെടുത്ത് എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. കാറ്റ്, ഹായ്, ഹു ആർ യു. കാറ്റ് വളരെ ദേഷ്യത്തിലാണ് അല്ലേ. നീ ആരാ എന്ന് ചോദിക്കും. അപ്പോൾ റെയിൻ ഡ്രോപ്പ് പറയും, ഐ എം എ റെയിൻ ഡ്രോപ്പ്. ഞാനൊരു മഴത്തുള്ളിയാണ്. കാറ്റ്, ഐ ഡോണ്ട് ലൈക്ക് വാട്ടർ, വൈ ഡിഡ് യു ഫോൾ ഓൺ മീ. എനിക്ക് വെള്ളം ഇഷ്ടമല്ല, നീ എന്തിനാ എൻ്റെ മേലെ വന്ന് വീണത്. റെയിൻ ഡ്രോപ്പ് അപ്പോൾ പറയും, ഐ എം സോറി ഐ മിസ്ഡ് മൈ വേ. എനിക്ക് പോകേണ്ട വഴി ഒന്ന് മാറിപ്പോയിട്ടുണ്ട് എന്ന് പറയാണ്. കാറ്റ്, ഗോ ഡൗൺ. നീ താഴേക്ക് പോ. ഐ എം ഗോയിങ് ടു ഷേക്ക് യു ഡൗൺ. ഞാൻ നിന്നെ താഴേക്ക് ഇപ്പോൾ ആക്കും. റെയിൻ ഡ്രോപ്പ്, ഡോണ്ട് ബി ആംഗ്രി. നീ ദേഷ്യമൊന്നും പിടിക്കണ്ട. ഐ ഷോൾ ഗോ നൗ. ഞാനിപ്പോൾ തന്നെ പൊക്കോളാം.
cat. Then go soon. എന്നാൽ വേഗം പോ. റെയിൻ ഡ്രോപ്പ്. ഓക്കെ, സി യു ലേറ്റർ. ഓക്കെ, നമുക്ക് ഇനി പിന്നെ കാണാമെന്ന് പറഞ്ഞിട്ട് റെയിൻ ഡ്രോപ്പ് അവിടെ നിന്ന് പോവുകയും ചെയ്യും അല്ലേ. അപ്പോൾ വളരെ ദേഷ്യം പിടിച്ചിട്ടാണ് നമ്മളെ പൂച്ചയുള്ളത്. ഇനാക്ട് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ കാറ്റ് ആൻഡ് റെയിൻ ഡ്രോപ്പ് ഇൻ ദ ക്ലാസ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലാസ്സിൽ ഈ ഒരാൾ കാറ്റ് ആവുക, ഒരാൾ റെയിൻ ഡ്രോപ്പ് ആവുക, എന്നിട്ട് ഈ ഒരു കോൺവെർസേഷൻ നിങ്ങൾ ക്ലാസ്സിലൊന്ന് അഭിനയിച്ച് കാണിക്കാനാണ് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ അതൊന്ന് ചെയ്തു നോക്കുക. ദെൻ ഫോർത്ത് ആക്ടിവിറ്റി ആണ് വാട്ടർ ഈസ് വെരി പ്രീഷ്യസ്. വാട്ടർ എന്ന് പറയുന്നത് വളരെ അമൂല്യമായിട്ടുള്ള ഒന്നാണ് അല്ലേ. ഇറ്റ് ഈസ് അവർ ഡ്യൂട്ടി ടു കൺസർവ് ഇറ്റ്. അതുകൊണ്ട് തന്നെ അതിനെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. എ സാമ്പിൾ സ്ലോഗൻ ഈസ് ഗിവൺ ബിലോ ഫോർ കൺസർവിങ് വാട്ടർ. അപ്പോൾ വെള്ളം കൺസർവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ലോഗന് താഴെ തന്നിട്ടുണ്ട്, ഒരു സാമ്പിള്. റൈറ്റ് സിമിലർ സ്ലോഗൻ. അപ്പോൾ ഇത്തരത്തിലുള്ള സ്ലോഗൻസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. തന്നിട്ടുള്ളത് എന്താണ്? എവറി ഡ്രോപ്പ് ഈസ് പ്രീഷ്യസ്. ഓരോ തുള്ളിയും നമുക്ക് അമൂല്യമാണ്. പിന്നെ നമുക്ക് എന്തൊക്കെ എഴുതാം? സേവ് വാട്ടർ, സേവ് ലൈഫ്. നമ്മുടെ വെള്ളം സംരക്ഷിക്കുക, നമ്മുടെ ജീവിതം തന്നെ രക്ഷിക്കുക. ഡു നോട്ട് പൊല്യൂട്ട് വാട്ടർ. ഒരിക്കലും വെള്ളത്തെ നമ്മൾ മലിനമാക്കരുത്. ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് സേവ് വാട്ടർ. ഓരോ തുള്ളി തുള്ളിയായിട്ട് നമ്മൾ വെള്ളത്തിനെ സംരക്ഷിക്കുക. വാട്ടർ ഈസ് പ്രീഷ്യസ്, കൺസർവ് ഇറ്റ്. വെള്ളം എന്ന് പറയുന്നത് അമൂല്യമാണ്, അതിനെ സംരക്ഷിക്കുക. നോ വാട്ടർ നോ ലൈഫ്. വെള്ളമില്ല എങ്കിൽ ജീവിതം തന്നെ ഇല്ല. അപ്പോൾ ഇത്തരത്തിലുള്ള സ്ലോഗൻസ് ഒക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് തന്നെ എഴുതാൻ വേണ്ടി പറ്റുന്നതാണ്. നെക്സ്റ്റ് വൺ, സഡൻലി എ ഹേർഡ് എ ലൗഡ് ബൂം. ദ വേർഡ് ബൂം ഈസ് എ വേർഡ് റെപ്രസെൻറ്റിംഗ് സൗണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മളൊരു സൗണ്ട് കേട്ടു, ബൂം എന്ന് പറയുന്നത്. അവിടെ ബൂം എന്ന് പറയുന്നത് എന്താണ്? ഒരു സൗണ്ടിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ക്യാൻ യു ഫൈൻഡ് അതർ സിമിലർ വേർഡ്സ് ഫ്രം ദ സ്റ്റോറി. ഈ സ്റ്റോറിയിൽ ഇത്തരത്തിലുള്ള വേർഡ്സ് ഉണ്ട്, അതിനെ നമുക്ക് ഫൈൻഡ് ചെയ്യണം. റൈറ്റ് ദം ബിലോ, എന്നിട്ട് താഴെ എഴുതി കൊടുക്കുക. എന്താണ് ഫ്ലാഷ്? ഫ്ലാഷ് എന്ന് പറയുന്നത് ആ ഒരു ലൈറ്റിൻ്റെ ആ ഒരു സൗണ്ടിനെയാണ് നമ്മളവിടെ ഉദ്ദേശിക്കുന്നത്. വി, മഴ താഴേക്ക് വരുമ്പോൾ പറയുന്നതാണ് സ്പ്ലാഷ്. സ്പ്ലാറ്റ്, നമ്മുടെ കാറ്റിൻ്റെ മീതെ വീതപ്പോൾ സ്പ്ലാറ്റ് എന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതൊക്കെ ഓരോ സൗണ്ട്സ് ആണ്. അപ്പോൾ ആ സൗണ്ട്സ് നിങ്ങൾ അവിടെ ജസ്റ്റ് എഴുതി കൊടുക്കുക. നെക്സ്റ്റ് വൺ, ലുക്ക് അറ്റ് ദ അണ്ടർലൈൻ വേർഡ്സ്. ഏതാണ്? ദ ഫ്ലവേഴ്സ് വേവ്ഡ് ജെന്റ്ലി. ഇവിടെ ഫ്ലവേഴ്സ് വേവ്ഡ്, അതിങ്ങനെ പതുക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തല ചായ്ച്ചെന്ന് പറയില്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകി ആടി. അപ്പോൾ പതുക്കെ ഇളകി ആടി എന്നുള്ളതിനാണ് അവിടെ വേവ്ഡ് എന്ന് ഉപയോഗിച്ചിട്ടുള്ളത്. അത് ആടിക്കഴിഞ്ഞതിന് ശേഷമാണ് വേവ്ഡ് എന്ന് പറഞ്ഞത്. ദ ബേർഡ്സ് ഫ്ലറ്റേർഡ് ഇൻ സെർച്ച് ഓഫ് ദെയർ നെസ്റ്റ്. അപ്പോൾ പക്ഷികളൊക്കെ അവരുടെ കൂടുകൾ അന്വേഷിച്ച് ഫ്ലറ്റേർഡ്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറക്കുകയാണ്. അപ്പോൾ അവിടെ പറന്നു കഴിഞ്ഞത് കൊണ്ടാണ് ഫ്ലറ്റേർഡ് എന്ന് പറഞ്ഞത്. ദ അണ്ടർലൈൻ വേർഡ്സ് ഷോ പാസ്റ്റ് ആക്ഷൻസ്. അതെന്താണ്? പാസ്റ്റ് ആക്ഷൻസ് ആണ്, കഴിഞ്ഞു പോയ ആക്ഷൻസ് ആണ്. നൗ റീഡ് ദ പാസേജ് ഗിവൺ ബിലോ ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് ദ പാസ്റ്റ് ഫോം ഓഫ് വേർഡ്സ്. അപ്പോൾ താഴെ ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ പാസ്റ്റ് ഫോം വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ദീപു ലവ്സ് ടു പ്ലേ ഫുട്ബോൾ. ദീപുവിന് ഫുട്ബോൾ കളിക്കാൻ വളരെ ഇഷ്ടമാണ്. യെസ്റ്റർഡേ, ഇന്നലെ, ഹി ഡാഷ് ഫുട്ബോൾ വിത്ത് ഹിസ് ഫ്രണ്ട്സ് ഇൻ ദ സ്കൂൾ പ്ലേ ഗ്രൗണ്ട്. അപ്പോൾ സ്കൂൾ പ്ലേ ഗ്രൗണ്ടിൽ കൂട്ടുകാരുമായിട്ട് ഫുട്ബോൾ കളിച്ചു. അവിടെ പ്ലേ എന്ന് വരുന്നതിൻ്റെ പാസ്റ്റ് എന്താണ്? പ്ലേഡ് എന്നാണ് വരേണ്ടത്. പ്ലേഡ്. ഓക്കെ. ദെൻ ഹി ഡാഷ് ഹൈ ആൻഡ് ഡാഷ് ദ ബോൾ. അപ്പോൾ ഹൈ, മുകളിലേക്ക് ജമ്പ് എന്നാണ്, മുകളിലേക്ക് ചാടി. അപ്പോൾ ജമ്പ് എന്തായിട്ട് മാറും? ജംപ്ഡ് എന്നായിട്ട് മാറും. ഓക്കെ, ജംപ്ഡ്. നെക്സ്റ്റ് വൺ, കിക്ക് എന്നാണ് അല്ലേ. കിക്ക് എന്ന് പറഞ്ഞാൽ തട്ടുക എന്നുള്ളതാണ്. അവിടെ കിക്ക് എന്നുള്ളത് എന്തായിട്ട് മാറും? കിക്ക്ഡ് എന്നായിട്ട് മാറും. ഇ ഡി എന്ന് എഴുതി കൊടുക്കുക. ദ ബോൾ ഡാഷ് ഡയറക്ട്ലി ഇൻ ടു ദ ഗോൾ പോസ്റ്റ്. നേരെ ഗോൾ പോസ്റ്റിലേക്ക് അത് പോയി, ഉരുണ്ട് പോയി. അപ്പോൾ റോൾ എന്നുള്ളത് എന്താവും? റോൾഡ് എന്നായിട്ട് മാറും. ഓക്കെ, റോൾഡ്. ദെൻ എവ്രി വൺ, എല്ലാവരും ഡാഷ് ഹിം, അവനെ കൺഗ്രാജുലേറ്റ് ചെയ്തു. സോ കൺഗ്രാജുലേറ്റ് എന്നുള്ളതിൻ്റെ കൂടെ ഒരു ഡിയും കൂടെ ചേർത്ത് കൺഗ്രാജുലേറ്റഡ് എന്നാക്കിയിട്ട് ഇവിടെ എഴുതി ചേർക്കുക. വെൻ ഇറ്റ് വാസ് ടൈം ടു ഗോ, ഇപ്പോൾ പോകേണ്ട സമയമായി. ഹി ഡാഷ് ബാക്ക് ഹോം, അവന് നടന്നുകൊണ്ടുപോയി. അപ്പോൾ വാക്ക് എന്നുള്ളത് എന്തായിട്ട് മാറും? വാക്ക്ഡ് എന്നായിട്ട് മാറും. ഓക്കെ, അവൻ നടന്നുകൊണ്ടുപോയി, വാക്ക്ഡ് എന്നായിട്ട് മാറും. ഇത്രയുമാണ് അവിടെ എഴുതേണ്ടത്. ഇ ഡി ഫോം വെച്ചിട്ട് പാസ്റ്റ് ടെൻസിൽ എഴുതാനാണ് നമ്മളെടുത്ത് അത് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് കിടക്കാം. ആക്ടിവിറ്റി നമ്പർ 7 ആണ്. ദ 6 പിക്ചേഴ്സ് ഫ്രം ദ സ്റ്റോറി ഗിവൺ ബിലോ ആർ ജംബിൾഡ്. ഇവിടെ 6 പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്, ജംബിൾഡ് ഓർഡറിലാണ് കൊടുത്തിട്ടുള്ളത്. ഡിസ്ക്രൈബ് ഈച്ച് ഇൻ എ സെൻറ്റൻസ്. ഓരോന്നിനും ഓരോ സെൻറ്റൻസ് വെച്ചിട്ട് എഴുതണം. ദെൻ റൈറ്റ് ദ കറക്റ്റ് ഓർഡർ ഇൻ ദ ബോക്സ്. താഴെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്, അതിൽ കറക്റ്റ് ഓർഡർ ആക്കിയിട്ടും എഴുതണം. ഫസ്റ്റ് വൺ, ദ റിവർ ലുക്ക്ഡ് എ സിൽവർ ത്രെഡ്. ആ ഒരു റിവർ, പുഴ കാണുന്നത് ഒരു സിൽവർ ത്രെഡ് പോലെയാണ്. ദ ഫീൽഡ്സ് ആർ ഗാർഡൻസ് വെർ ലൈക്ക് എ ഗ്രീൻ കാർപ്പറ്റ്. അതുപോലെ തന്നെ കൃഷിയിടങ്ങളും പൂന്തോട്ടങ്ങളും ഒക്കെ ഒരു ഗ്രീൻ കാർപ്പറ്റ് പോലെയാണ് തോന്നുന്നത്. അടുത്തെന്താണ്? സൺസെറ്റ് ആണ് അല്ലേ. സോ ദ സൺ ബിഗൻ ടു സെറ്റ് ദ സ്കൈ ടേൺ ഓറഞ്ച് ഇൻ കളർ. അത് സൺസെറ്റിന് വേണ്ടി റെഡി ആവുകയാണ്, അതിൻ്റെ കളറ് മാറി ഓറഞ്ചിലേക്ക് മാറി. നെക്സ്റ്റ് വൺ,
കുട്ടികൾ വളരെ സന്തോഷത്തോടു കൂടി ചിരിക്കുകയാണ്. അവരെന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ റെയിൻബോയെ കാണുന്നുണ്ട് അല്ലേ. ചിൽഡ്രൻ ലുക്ക്ഡ് അപ്പ് ആൻഡ് ഷൗട്ടഡ് റെയിൻബോ റെയിൻബോ. കുട്ടികളെ നോക്കിയിട്ട് വളരെ ഉച്ചത്തിൽ പറയാണ് റെയിൻബോ റെയിൻബോ എന്നുള്ളത്. നെക്സ്റ്റ് വൺ എന്താണ്? ആ റൂട്ടിലേക്ക് ആ റെയിൻ ഡ്രോപ്പ് വരുന്നതാണ്. വാട്ട് എ ടെൻഡർ ടച്ച്. എന്ത് മൃദുലമായിട്ടുള്ള സ്പർശനം. ഐ വാസ് വെയിറ്റിംഗ് ഫോർ വാട്ടർ. ഞാൻ വെള്ളത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. എ റൂട്ട് സൈഡ്. റൂട്ട് പറയുകയാണ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വൺ എന്താണ്? പൂച്ചയുടെ മേൽ വീഴുന്നതാണ് അല്ലേ. അറ്റ് ലാസ്റ്റ് ഐ ലാൻഡഡ് ഓൺ ദ കാറ്റ് വിത്ത് എ സോഫ്റ്റ് സ്പ്ലാറ്റ്. വളരെ സോഫ്റ്റ് ആയിട്ട് ഞാൻ ആ പൂച്ചയുടെ മീതെ വീണു. ഇറ്റ് ഷൂക്ക് ഇറ്റ്സ് ഫർ ആംഗേളി. അത് ദേഷ്യത്തോട് കൂടിയിട്ട് അതിൻ്റെ രോമം പിടിച്ച് കുലുക്കും. നെക്സ്റ്റ് വൺ എന്താണ്? മേഘത്തിൽ നിന്നും മഴ വരുന്നതാണ് അല്ലേ. ഡൗൺ ആൻഡ് ഡൗൺ വി വേർ ഫോളിങ് ടുഗെദർ. ഞങ്ങൾ താഴേക്ക് ഒരുമിച്ചിട്ട് പോവുകയാണ്. വി ലാഫ്ഡ് ആൻഡ് ഷൗട്ടഡ്. ഞങ്ങൾ വളരെ ചിരിച്ച് സന്തോഷത്തിൽ പറയാണ് വി ഓ വാട്ട് എ ഫൺ എന്ന് പറയാണ് അല്ലേ. ഇത്രയുമാണ് തന്നിട്ടുള്ളതിൽ ഓരോന്നും ഏതൊക്കെയാണ് ഫസ്റ്റ് വരുന്നത് എന്ന് നോക്കാം. ആദ്യത്തെ പിക്ചറാണ് ഫസ്റ്റ് വരുന്നത്, പിന്നെ വരുന്നത് രണ്ടാമത്തെ പിക്ചർ കറക്റ്റാണ്, പിന്നെ വരുന്നത് നാലാമത്തെ പിക്ചറാണ്, അതിനുശേഷം ഫിഫ്ത്ത് വണ്ണ് വരും, പിന്നെ വരുന്നത് തേർഡാണ്, ദെൻ സിക്സ്ത്. ഇങ്ങനെ കറക്റ്റായിട്ടാണ് നിങ്ങളിതിനെ എഴുതി കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു പാഠഭാഗവും ഇതിലെ പ്രവർത്തനങ്ങളും എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഒരു പോമാണ്, വേർ ഗോ ദ ബോട്ട്സ് എന്നുള്ളത്. നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.